പുനഃസംഘടനാ വിഷയത്തിൽ സംസ്ഥാന ബിജെപിയിൽ തമ്മിലടി രൂക്ഷം. പ്രതിഷേധം കടുപ്പിച്ച് കൃഷ്ണദാസ് പക്ഷം. കെ സുരേന്ദ്രൻ പ്രസിഡന്റായി തുടരുന്നത് രണ്ടാം ടേമായി കണക്കാക്കാൻ കഴിയില്ലെന്ന കേന്ദ്ര നേതൃത്വം. ഇതിൽ പ്രതിഷേധിച്ച് മുതിർന്ന നേതാക്കൾ ഭാരവാഹി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. 3 വർഷമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ കാലാവധി. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയാണ് കെ സുരേന്ദ്രൻ. വരാനിരിക്കുന്ന പുനഃസംഘടനയിൽ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാണ് എതിർവിഭാഗത്തിന്റെ ആവശ്യം. കോർ കമ്മിറ്റി ഭാരവാഹി യോഗങ്ങളിൽ ഇക്കാര്യം കൃഷ്ണദാസ് പക്ഷം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ സുരേന്ദ്രന് അനുകൂലമായ കേന്ദ്ര നേതൃത്വത്തിന്റെ പുതിയ നിലപാടാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് നേതാക്കൾ കടക്കാൻ കാരണം. കെ സുരേന്ദ്രൻ പ്രസിഡന്റായി തുടരുന്നത് രണ്ടാം ടേമായി കണക്കാക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. ഇക്കാര്യം ഓൺലൈനായി കഴിഞ്ഞ ദിവസം ചേർന്ന ഭാരവാഹി യോഗത്തെ കേന്ദ്ര നിരീക്ഷക വാനതി ശ്രീനിവാസൻ അറിയിച്ചു. ബ്ലോക്ക് മണ്ഡലം ഭാരവാഹി തെരഞ്ഞെടുപ്പിലും ഇതേ മാനദണ്ഡം ബാധകമാകുമെന്നാണ് കേന്ദ്ര നിലപാട്. ഇതോടെ എതിർപ്പ് പരസ്യമാക്കി കൃഷ്ണദാസ് വിഭാഗം നേതാക്കൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പി കെ കൃഷ്ണദാസിന് പുറമെ എൻ രാധാകൃഷ്ണൻ, എം ടി രമേശ്, ജി കാശിനാഥൻ തുടങ്ങിയവരും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. എതിർപക്ഷത്തിന്റെ കടുത്ത നിലപാടിന് പിന്നിൽ വി മുരളീധരന് പങ്കുണ്ടോ എന്നും കെ സുരേന്ദ്രൻ വിഭാഗം സംശയിക്കുന്നുണ്ട്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട സംസ്ഥാന ബിജെപിയിൽ വലിയ പ്രതിസന്ധി തുടരുമ്പോഴും കേന്ദ്ര നേതൃത്വം കൃത്യമായ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.